എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് നിത്യജീവൻ പ്രാപിക്കുന്നതിന് എന്ത് വേണമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് എന്തെന്ന് ശ്രവിക്കാം. യോഹന്നാൻ 3:15 അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഈ വാക്യം യേശുവും യഹൂദ ഭരണസമിതിയിലെ ഒരു പരീശനായ നിക്കോദോമസും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഭാഗമാണ്. യേശുവിൻ്റെ ഉപദേശങ്ങളെയും അത്ഭുതങ്ങളെയും കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ നിക്കോദോമസ് രാത്രിയിൽ യേശുവിനെ സമീപിക്കുന്നു. മറുപടിയായി യേശു വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ചും തന്നിലുള്ള വിശ്വാസത്തിലൂടെ എങ്ങനെ രക്ഷ വരുന്നു എന്നതിനെക്കുറിച്ചും വിശദീകരിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് സൽക്കർമ്മങ്ങളിലൂടെയോ മതപരമായ ആചാരങ്ങളിലൂടെയോ നേടിയതല്ല, മറിച്ച് വിശ്വാസത്താൽ ലഭിച്ച കൃപയുടെ ദാനമാണ്. യേശു ജീവന്റെയും നിത്യജീവന്റെയും ഉറവിടമാണ്. അത് സ്വർഗത്തിലെ ഒരു ഭാവി യാഥാർത്ഥ്യം മാത്രമല്ല, മറിച്ച് സന്തോഷവും സമാധാനവും ലക്ഷ്യവും കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ദൈവവുമായുള്ള വിശ്വാസികളുടെ ബന്ധത്തിൻ്റെ ഇന്നത്തെ പരിവർത്തനം കൂടിയാണ്. പാപമറിയാത്ത രക്ഷകൻ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. ക്രിസ്തു യേശുവിൽ ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവർക്കെല്ലാം രക്ഷ സൗജന്യദാനമായി ലഭിക്കുന്നു. വിശ്വസിക്കുന്ന എല്ലാവരും എന്നത് ഒരു സാർവത്രിക ക്ഷണം അടിവരയിടുന്നു. പശ്ചാത്തല വംശമോ മുൻകാല പാപങ്ങളോ പരിഗണിക്കാതെ എല്ലാവർക്കും രക്ഷ ലഭ്യമാണെന്ന് അടിവരയിടുന്നു. ഇവിടെ വിശ്വാസം എന്നത് രക്ഷകനെന്ന നിലയിൽ യേശുവിലുള്ള വിശ്വാസവും കർത്താവായി അവനു സമർപ്പിക്കലുമാണ്. നിത്യജീവൻ എന്നത് ജീവിതത്തിൻ്റെ ഗുണവും അളവും കൂടിയാണ്, ശാശ്വതവും ദൈവീക സ്വഭാവവും. ആരെങ്കിലും വിശ്വസിക്കുന്ന നിമിഷം മുതൽ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ എന്നേക്കും തുടരും. നമ്മുടെ സ്വന്തം പ്രയത്നത്തിന് ആശ്രയിക്കുന്നതിന് പകരം രക്ഷയ്ക്കായി യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കണം. ദൈവത്തിൻ്റെ പ്രീതി നേടാനും പകരം അവൻ്റെ കൃപയിൽ വിശ്രമിക്കാനും ശ്രമിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ മേഖലകളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം നട്ടുവളർത്തിക്കൊണ്ട് ഇപ്പോൾ നിത്യജീവനിലേക്ക് വേണ്ടി ശ്രമിക്കുക. സ്നേഹപിതാവേ, ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിക്കാനും ദൈവവുമായുള്ള ബന്ധത്തിൽ സന്തോഷം അനുഭവിപ്പാനും ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഈ സത്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഈ അടിയത്തങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.